ഒരുപാട് ക്യാരക്ടേഴ്സ് അനശ്വരമാക്കിയിട്ടുണ്ട് ലാലേട്ടൻ. ഈ ക്യാരക്ടേഴ്സിനെ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ചെയ്ത ക്യാരക്ടേഴ്സിൽ? അങ്ങനെ ഒരിക്കലും ഒരു മേക്ക് ബിലീഫ് അല്ലേ സിനിമ എന്ന് പറയുന്നത്. എപ്പോഴും സിനിമ എന്ന് പറയുന്നത് എത്ര റിയലിസ്റ്റിക് അപ്രോച്ച് ആണെങ്കിലും അതിനൊരു കുറച്ച് ലിഫ്റ്റഡ് പ്ലാറ്റ്ഫോമിലാണ് അത് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പലരും പറയും, ഇപ്പം ദേവാസുരം എന്ന സിനിമയിലെ ഒരാളുടെ കഥാപാത്രത്തിൻ്റെ കുറച്ച് ഷെയ്ഡുണ്ട് എന്ന് പറയാം. അതിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമയുമായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ അയാൾ ഒരിക്കലും ഇരുന്ന് പാട്ടൊന്നും പാടിയിട്ടുണ്ടാവില്ല, അയാൾ ആൾക്കാരെ തല്ലിയിട്ടുണ്ടാവില്ല. അപ്പോൾ സിനിമയ്ക്ക് അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ അത്തരം ഇപ്പോൾ ഞാൻ നായർ സാൻ എന്നൊരു ജാപ്പനീസ് സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജപ്പാനുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ MGRൻ്റെ ഒരു കഥ, MGRൻ്റെ കഥ എന്ന് പിന്നീട് ആരോപിക്കപ്പെട്ട സിനിമയായിരുന്നു 20. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ റെയറായിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ഞാനൊരു സിനിമ ചെയ്തപ്പോൾ അതിൽ മീഡിയയും ആൾക്കാരൊക്കെ റിലേറ്റ് ചെയ്തിരുന്ന ബോംബെയിലെ ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഒരാളെയായിരുന്നു. അയാളെ ഞാൻ പിൽക്കാലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സബോർഡിനേറ്റ്സ് ഒക്കെ പറയുന്നത് ഇതുപോലെയാണ് ഞാൻ സംസാരിക്കുന്നത്, ദിസ് ഈസ് ദ വേ ഐ ബിഹേവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ അപൂർവമായിട്ട് നമ്മൾ ചെയ്തിട്ട് വേറെ ആളുടെ ഒരു ഷെയ്ഡുള്ള കഥാപാത്രമാണെന്ന് മറ്റേ ആൾക്കാർ പറഞ്ഞ കഥാപാത്രങ്ങളെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇത്രയും ചെയ്ത ക്യാരക്ടറുകളിൽ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ചെയ്തതെങ്കിലും ഒരുപാട് എല്ലാ സിനിമയും നമുക്ക് നല്ല സ്ട്രെയിൻ ഉള്ളതാണ്. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നും വെളിയിൽ നിന്ന് തോന്നുമ്പോൾ ഫിസിക്കൽ സ്ട്രെയിനാണ് കൂടുതലുണ്ടാകുന്നത്. സിനിമയിലധികം ഒരു മാനസിക സമ്മർദ്ദം ഒന്നും ഉണ്ടാവില്ല. മെൻ്റൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് വളരെ മെത്തേഡ് ആക്ടിങ്ങിലുള്ള ആൾക്കാർ, ചിലപ്പോൾ ഒരു ഷോട്ടിന് മുമ്പേ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. നമുക്ക് ഫിസിക്കൽ സ്ട്രെയിൻ ഭയങ്കരമായിട്ടുണ്ടാകും. അതിപ്പോൾ മിക്ക സിനിമയിലും ഇപ്പോൾ ഒരു ആക്ഷൻ സീനുകളിൽ വളരെയധികം ആക്സിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. വാനപ്രസ്ഥം എന്നൊക്കെയുള്ള സിനിമയിലെ കഥകളി വേഷമൊക്കെ കിട്ടിയിട്ട് 13 മണിക്കൂറുകളോളമൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു ഫിസിക്കൽ സ്ട്രെയിനാണ്. മാനസിക മെൻ്റൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയൊരു സ്പാനിലാണ് ഈ ആക്ടർ എന്നുള്ള ആൾക്കാർ സിനിമയിൽ നിൽക്കുന്നത്. ഒരു ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിലാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീണ്ടും മോഹൻലാലായി നമുക്ക് വർത്തമാനം പറയാൻ ഒരുപാട് സമയങ്ങൾ കിട്ടും. ഒരു പക്ഷേ വേറെ സ്റ്റേജിലൊക്കെ നമ്മൾ നാടകങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഭയങ്കരമായ ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാകാറുണ്ട്. കാര്യം ഒരിക്കലും തെറ്റരുത്, എല്ലാം ശരിയാകണം, ഡയലോഗുകളൊന്നും മറക്കാൻ പാടില്ല, ഇതിനെ ടേക്ക് 2 ഒന്നുമില്ലല്ലോ. അപ്പോൾ സിനിമയിൽ കൂടുതലൊരു ഫിസിക്കൽ സ്ട്രെയിൻ വരാറുണ്ട്. ഇപ്പോൾ രാത്രി ചിലപ്പോൾ 3 മണി വരെ 4 മണി വരെ മലയാള സിനിമ പണ്ട് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വരെയൊക്കെ ഷൂട്ട് ചെയ്യും. അങ്ങനെ 7-8 ദിവസമൊക്കെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യണം, ഉറങ്ങാതെയൊക്കെ. കാര്യം ഇത് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നൊരു ജോലി പോലെ ആയിരുന്നു അന്ന്. അതൊക്കെ ഇന്ന് മാറി. നിങ്ങൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വളരെയധികം സൗകര്യങ്ങളിലേക്കാണ് പോകുന്നത്. പണ്ടത്തെ സൗകര്യങ്ങളെക്കാട്ടിലൊക്കെ ഒരു 1000 മടങ്ങ് സൗകര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അന്നൊക്കെ ഭയങ്കരമായ ഫിസിക്കൽ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പറഞ്ഞു വരിക.